അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിൽ നാളെ മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹൈസ്കൂളിൽ ഉൾപ്പെടെ നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല GVHSS, മുണ്ടക്കൈ LP സ്കൂൾ എന്നിവ പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധർമ്മങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതും മനുഷ്യ മനസ്സുകളിലെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമാവട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടക്കുകയാണ്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയും ഇന്നാണ് നടക്കുക. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്താകെ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരിക്കും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ശോഭായാത്ര. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ പുറത്തുവരണമായിരുന്നുവെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ നടൻ പ്രേംകുമാർ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കിത് മാതൃകയാണെന്നും പ്രേംകുമാർ പറഞ്ഞു. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിച്ചു എന്നത് തന്നെ അഭിമാനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ പകുതിക്ക് ശേഷം കൊച്ചിയിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനം. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുണിനാകും നടത്തിപ്പ് ചുമതല. സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായാണ് സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായ കോൺക്ലേവ് നടത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി നടത്തുന്ന കോൺക്ലേവിന്റെ ഭാഗമായി രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ മുകേഷും അംഗം. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുണാണ് സമിതി ചെയർമാൻ. മഞ്ജു വാര്യർ, നടി പത്മപ്രിയ, സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ, ഛായാഗ്രാഹകൻ രാജീവ് രവി, നടി നിഖില വിമൽ തുടങ്ങിയവരും അംഗങ്ങളായുണ്ട്. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ നാളെ നടത്താനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു. നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൌകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത്. പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ബന്ധവുമില്ലാത്ത അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിന്. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നിരന്തര ശ്രമം സർക്കാർ നടത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. നടൻ സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെതിരെ സിദ്ദിഖ് DGPക്ക് പരാതി നൽകി. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുന്നുവെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. രേവതി സമ്പത്തിന്റെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖിന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനീർ. ജയസൂര്യ, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് ആരോപണം. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയെന്നും മിനു ആരോപിച്ചു. ആരോപണങ്ങൾ ഇനിയും വരുമെന്ന് നടൻ മണിയൻപിള്ള രാജു. പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരും ആരോപണങ്ങൾ ഉന്നയിക്കും. അന്വേഷണ സംഘം വന്നല്ലോ, അവർ അന്വേഷിക്കട്ടെ. കള്ളപ്പരാതികളുമായി വരുന്നവരെക്കുറിച്ചും അന്വേഷിക്കണമെന്നും മണിയൻപിള്ള രാജു. ഞാൻ തെറ്റുകാരനെങ്കിൽ എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെയെന്നും അമ്മയിൽ അംഗത്വം വഴിവിട്ട രീതിയിൽ നടക്കില്ലെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി. മുകേഷ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം. മുകേഷിന്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിലും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വീടിന് സമീപത്തെ റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. വിവിധ സിനിമാ താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണമുന്നയിച്ച നടി മിനു മുനീറിന്റെ ആരോപണങ്ങൾ ശരിവച്ച് നടി ഗായത്രി വർഷ.
നേരത്തെ തനിക്കെതിരെ ഉണ്ടായ മോശം പെരുമാറ്റം സംബന്ധിച്ച് ഗായത്രി വർഷയോട് സംസാരിച്ചിരുന്നുവെന്ന് മിനു പറഞ്ഞിരുന്നു. അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടിയിൽ ഇത്തരം മോശം പെരുമാറ്റത്തോട് പ്രതികരിക്കാതിരുന്നത് സിനിമാ മേഖലയിലെ അലിഖിത നിയമമായിട്ടുണ്ടെന്ന് ഗായത്രി വർഷ പ്രതികരിച്ചു. സംവിധായകൻ തുളസീദാസ് മോശമായി തന്നോട് പെരുമാറിയിട്ടുണ്ടെന്ന് നടി ഗീത വിജയൻ. 1991 ചാഞ്ചാട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് ഗീത വിജയൻ പറഞ്ഞു. തനിക്ക് മാത്രമല്ല ശ്രീദേവിക എന്നൊരു നടിക്കും തുളസീദാസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഗീത പറയുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ്. ആലുവയിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും 2019 സംഭവം ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി. വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ അട്ടിമറിക്കുന്നെന്ന് ആരോപണം. നിരന്തരമായ മാനസിക പീഡനമാണ് ഉണ്ടായതെന്ന് സംവിധായിക മിനി IG പറഞ്ഞു. മുഖ്യമന്ത്രിക്കും CPM സെക്രട്ടറിക്കും വരെ പരാതി നൽകിയതിനു ശേഷമാണ് KSFDC സഹായത്തോടെ നിർമ്മിച്ച തന്റെ സിനിമ പുറത്തിറക്കാൻ പോലുമായതെന്നും അവർ പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10 ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രേണുകാസ്വാമി കൊലപാതക കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രശസ്ത കന്നഡ നടൻ ദർശൻ തൂഗുദീപയ്ക്ക് ജയിലിൽ VIP പരിഗണനയും സൌകര്യങ്ങളും. ഇതിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതോടെ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കർണാടക DGP. ജർമ്മനിയിൽ നടന്ന കത്തി ആക്രമണത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുയായിയെന്ന് സംശയിക്കുന്ന പ്രതിയുടെ വിവരങ്ങൾ പുറത്ത്. ഇസ അല്ലച്ച് എന്ന 26-കാരനാണ് പശ്ചിമ ജർമ്മനിയിലെ സോലിംഗനിയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി യുവാവ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. വടക്കൻ എത്യോപ്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 10 പേർ മരിച്ചു. 4 മൃതദേഹം മാത്രമേ വീണ്ടെടുക്കാനായുള്ളൂ. വീടുകൾ നഷ്ടമായ 2400 പേർ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. എത്യോപ്യയിലെ അംഹാര മേഖലയിൽ ശനിയാഴ്ചയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. കാണാതായവർക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ടെലഗ്രാം സ്ഥാപകനും സിഇഒയുമായ പവേൽ ദുരോവിന്റെ അറസ്റ്റിൽ ഫ്രാൻസിനെതിരെ ശക്തമായി പ്രതികരിച്ച് ടെലഗ്രാം അധികൃതർ. ടെലഗ്രാമിന്റെ ദുരുപയോഗത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നത് അസംബന്ധമാണെന്നും പ്രശ്നം അതിവേഗം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ടെലഗ്രാം അധികൃതർ വ്യക്തമാക്കി. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ആക്രമണം. 2006 ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഞായറാഴ്ച നടന്നതെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 320 റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇസ്രായേലിനെതിരെ ആദ്യഘട്ട തിരിച്ചടി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള വ്യക്തമാക്കി. റോക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതുയിടങ്ങളും അടച്ചു. സൌദി അറേബ്യ പശ്ചാത്തലമാക്കി ഒരുക്കിയ ആടുജീവിതം എന്ന ബ്ലെസി ചിത്രത്തിൽ ക്രൂരനായ അർബാബിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷിയെ സൌദി അറേബ്യ വിലക്കിയെന്ന വാർത്ത അഭ്യൂഹം മാത്രമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. ഈ വേഷം കണക്കിലെടുത്ത് സൌദിയിൽ താലിബിന് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് പ്രചരിച്ചത്. എന്നാൽ ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് താലിബ് വ്യക്തമാക്കി. ISL 11-ാം സീസണിലെ മത്സരക്രമം പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 13-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം. 7:30-ന് മത്സരത്തിന് കിക്ക് ഓഫ് ആകും. കൊച്ചിയിൽ തിരുവോണ ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം. ഈ മത്സരവും വൈകിട്ട് 7:30-ക്കാണ് ആരംഭിക്കുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.